എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു സുഖി റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ തന്നെ ഒരു റിസോർട്ടാണ്. ബാംഗ്ലൂരിൽ നിന്ന് ജസ്റ്റ് 45 കിലോമീറ്റർ. അപ്പം ജസ്റ്റ് വീക്കെൻഡായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണ്. ഒരുപാട് അഡ്വഞ്ചേഴ്സ്, കുട്ടികൾ കുറേ ഗെയിംസ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു അടിപൊളി റിസോർട്ട്. അപ്പോൾ നല്ല കാമൻ ക്വയറ്റായിട്ടുള്ള റിസോർട്ടാണ്. ഞങ്ങൾ രാവിലെ വന്നിട്ട് ഒരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക. നമ്മൾ 12:30 ചെക്കിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്തിയത് ഏകദേശം ഒരു 10:30 ആയിന്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് റൗണ്ട് ചെയ്തിട്ട് റിസോർട്ടൊന്ന് കണ്ട് ഇനി ആക്ടിവിറ്റീസ് കാര്യങ്ങളിലേക്ക് കളക്കണം. അപ്പം ഇപ്പോൾ നമുക്ക് 1:15 ഫുഡിൻ്റെ ടൈമാണ്. അപ്പോൾ ഫുഡിൻ്റെ ടൈം ആയതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ആക്ടിവിറ്റീസ് കാര്യങ്ങളിലേക്ക് കളക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീക്കെൻഡിൽ എന്തായാലും വരിക. ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ദിസ് ഈസ് വിവേക് and this is Honey and this is our story. Good morning. ഇറങ്ങിയത് കണക്കാരിൽ ഫുള്ള് ഇറക്കായിരുന്നല്ലോ 1.5 മണിക്കൂർ. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നല്ല ഫുഡ്. നമ്മളിത് വീക്കെൻഡ് ആണ്. നമ്മൾ ഇന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് നാളെ ചെക്ക് ഔട്ട് ചെയ്യും. അതിൽ തന്നെ കൂപ്പൺസ് എല്ലാം ഉണ്ട്. 14 കൂപ്പൺ ഉണ്ട്. പിന്നെ ATV റൈഡൊക്കെ എക്സ്ട്രാ ആണ്. നല്ല റീസണബിൾ ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് കാര്യങ്ങൾ. അപ്പോൾ ഇതിന് ഓരോ ചില ആക്ടിവിറ്റീസിന് പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതിന് കൂപ്പണ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട്. ഇതല്ല വിവേകത്തിൻ്റെ ഫ്രണ്ട്സ് ചങ്ങായി പോറാണ്. അല്ലേ വിവേക? This is Chihuahua breed. Name is Cutie. Cutie. Hi, Cutie. ഇതിനെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു.
കളിച്ചോ? Yeah. ഹായ് ഹലോ. നമുക്ക് ഇതിനെപ്പോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ കേട്ടോ. അതെ. കമ്പിൾ പുറപ്പ് ശരിക്കും നോക്കിയാ ശരിക്കും ഹായ്. ഒന്ന് വേണ്ട. ഓക്കെ. ഹായ്. നക്കുന്നുണ്ടോ? One second. Wow. Hi. Hi. Hello. ഒന്നും പറയാനുണ്ട്. ഹായ്. തലയിലൊന്നും ഉണ്ടോ നോക്കുന്നില്ല. ഇറങ്ങിയിട്ടില്ല അത് ഇറങ്ങാൻ നോക്കിയിരുന്നു. ഇങ്ങോട്ട് നോക്കൂ. ಏನೋ ಓಯ್ ಶೋಲ್ಡರ್ ಹ್ಯಾಂಡ್ ಯು ಬೆಟರ್. നീ പകുതിയിലാ ഉള്ള. വളർന്നോ? ഓക്കെ വിട്.
ചായ് ആടെ പക്വടയുണ്ട്. നല്ല ചായ. നമ്മളെ അഡ്വഞ്ചർ പരിപാടികളെല്ലാം കഴിഞ്ഞു. പക്ഷെ നമ്മൾ എല്ലാത്തിനൊന്നും നമുക്ക് കേട്ടിട്ടില്ല. കുറെ സാധനമുണ്ട്, കൂടെ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. അത് പറ്റുവാണെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും അത് പറ്റുവാണെങ്കിൽ നാളെ രാവിലെ പറ്റുവാണെങ്കിൽ അത് ചെയ്യണം അല്ലേ. ഇവിടെ ഓരോ സമയത്തിന് ലിമിറ്റ് ഉണ്ട്. എല്ലാം 5 o'clock കൊണ്ടിന് കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഓരോ സാധനത്തിൽ കയറുമ്പോഴത്തേക്ക് സമയമെടുക്കും. പനിയും എല്ലാം കഴിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഫോണിൽ പിന്നെ റെയിൻ ഡാൻസിനൊന്നും കയറിയിട്ടൊന്നുമില്ല. ജസ്റ്റ് റിലാക്സേഷന് വേണ്ടിയിട്ട് വരുന്നവർക്ക് റിലാക്സും ചെയ്യാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറേ പേരാണ് ശരിക്കും അല്ലേ. കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഈ പറഞ്ഞ റൈഡ് കാര്യങ്ങളൊക്കെ കയറിയിട്ടും കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ ഒന്നിച്ച് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പെറ്റ് ലൈറ്റ്. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ മറ്റേ ഹോഴ്സ് സവാരി ഉണ്ട്. പക്ഷെ അതൊക്കെ വലിയ അത് ജസ്റ്റ് റൗണ്ട് ചുറ്റുമ്പോഴത്തേക്കും കഴിഞ്ഞു. അതിന് 200 ഉറുപ്പികയല്ലേ. അതൊന്നും വലിയ ഇതായിട്ട് വർത്തായിട്ട് തോന്നിയില്ല. നല്ല മഴയുണ്ട്. നല്ല സുഖം തന്നെ. നല്ല ഇടിവെട്ടുന്നുണ്ട്. ആഹാ, നല്ല മഴയും നല്ല കാലാവസ്ഥയും. നല്ല ഇരുന്നുണ്ട്. പക്ഷെ ഫോണിൽ അത്ര കാണുന്നില്ല അല്ലേ. ക്യാമ്പ് ഫയർ അതൊക്കെ വെള്ളത്തിലായിരിക്കും. മഴ കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല. ഇവയായിരുന്നു ഒറ്റയ്ക്കുള്ള ക്യാമ്പ് ഫയർ. എന്തേ ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ ഓഫ് ചെയ്യുമല്ലേ. ഭയങ്കര പേടിയായി. ഞാൻ അവിടെ വരെ പോയിട്ട് ഹെൽമെറ്റും ബെൽറ്റും എല്ലാം ഇട്ട് വന്ന് ബസ്സിൽ കയറാം. കംപ്ലീറ്റ് ആക്കാനും പറ്റത്തില്ല, സ്റ്റാർട്ടാക്കാനും പറ്റില്ല. മഴയുണ്ട്. ഒന്നാമത് നല്ല മഴക്കാറുണ്ട്, മഴയുണ്ട്. ഇന്ന് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്തത് കയറിയിട്ടില്ല. നല്ല പേടിയുണ്ട്. പിന്നെ മഴ പെയ്തത് നല്ല വഴുക്കുണ്ട്. അതാ ഒന്നാമത് പേടിയായിപ്പോയി. പക്ഷെ കയറിക്കഴിഞ്ഞാലേ നല്ല ധൈര്യം വരും. കാണുന്നവരൊന്നല്ല, ഞാൻ വെച്ച് സിമ്പിളാണെന്നു.
പക്ഷേ സിമ്പിളാണ്. നമ്മൾ ക്യാരംസ് കളിക്കാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടാണ് ക്യാരംസ് കളിക്കാം. ഇപ്പോഴും മഴയുണ്ട്. ഹലോ, അപ്പോൾ നമ്മളെ ചെക്കൗട്ടിങ് ടൈമായി. നല്ല അടിപൊളി റിസോർട്ടൊക്കെ, നല്ല ഭക്ഷണമായാലും നല്ല ക്ലൈമറ്റ്, 3 നേരത്തെ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച് എല്ലാം അടിപൊളി ബുഫയായിരുന്നു. ഇവിടെ വീക്കെൻഡ് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ല പിന്നെ പൈസ കുറച്ച് കുറവല്ല ഇവിടെ. നല്ല കുറച്ച് എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന പ്രൈസിലാണ് ഇവിടുത്തെ പിന്നെ റിസോർട്ട്. എല്ലാ ഫെസിലിറ്റി എല്ലാം അടിപൊളിയാണ്. ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ ഇതിൽ താഴെ കൊടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു, ബൈ.